കുറുക്കുകാളിനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പച്ച ഏത്തക്ക എടുക്കാം. അല്ലെങ്കിൽ ഒരു നിറം കുറച്ച് മാറി തുടങ്ങിയ മഞ്ഞ കളർ വന്നു തുടങ്ങിയ ഏത്തക്ക ആണെങ്കിലും നല്ലതായിരിക്കും. നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ സൈഡ് ചെരിച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പമാണ് അതിന് വേണ്ടത്. ഒരുപാട് കട്ടി കുറയാനും പാടില്ല, കട്ടി കൂടാനും പാടില്ല. ഇങ്ങനെ സൈഡ് ചെരിച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് വെള്ളത്തിലോട്ടിടാം. വെള്ളത്തിലേക്ക് ഇടുന്നത് വാഴയ്ക്കയ്ക്ക്, അതായത് ഏത്തക്കായ്ക്ക് നല്ല കറി ഉണ്ടാകും. ആ കറ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിലിടുന്നത്. അതിനുശേഷം 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ടിടാം. കുക്കറിലോട്ടിട്ടതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അത് നികയ്ക്ക് വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് വേവിക്കാം. അതിനുശേഷം അത് അവിടെ അടച്ച് വെക്കാം. നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, 2 പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് അരിഞ്ഞെടുക്കാം. സൈഡ് ചെരിച്ചാണ് ഞാനിവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം അരിഞ്ഞെടുക്കുന്നത്. അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ചെറുതായിട്ട് അരിയണം, കനം കുറച്ച് വേണം അരിയാനായിട്ട്. ഇത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതായത് ചെറിയ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലൊരു 3/4 ഭാഗത്തോളം തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കണം. മറ്റൊരു ജാറിലിട്ട് ഞാനിവിടെ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അത് 250 ml കപ്പിൽ 2 കപ്പാണ്. അതായത് ഒരു പാക്കറ്റ് തൈര്. അത് പ്രസ് ബട്ടൺ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചീഞ്ചട്ടി അടുപ്പിലോട്ട് വെക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ ചൂടായതിനു ശേഷം നമുക്ക് ഉലുവ ആഡ് ചെയ്യാം. അതൊരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളിവിടെ കടുക് ആഡ് ചെയ്യുന്നത്. കടുകും 1/2 ടീസ്പൂൺ മതി, ഒരുപാട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഇവിടെ ചേർത്തത്. വെളുത്തുള്ളിയാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഞാൻ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രമാണ് ഞാനിവിടെ മറ്റ് ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇഞ്ചിയാണ് ഇട്ടത്. ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഞാനിവിടെ ചുവന്നുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 2-3 മിനിറ്റ് നേരം ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ സ്റ്റൗ വെക്കേണ്ടത്. ചുവന്നുള്ളി 3ാമത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റൗ ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരുപാട് അങ്ങോട്ട് മൂത്ത് അങ്ങോട്ട് ബ്രൗൺ കളറിലോട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിയാൽ മതിയാകും. ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്, അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ്. ഈ അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറും കൂടി കഴുകി ഒരല്പം വെള്ളം ചേർക്കാം. ഇത്രയും വെള്ളം മാത്രമാണ് നമ്മൾ ഈ മോരുകറിയിൽ ചേർക്കുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് ലൂസാവാൻ ചാൻസ് ഉണ്ട്, ടേസ്റ്റും കുറവായിരിക്കും. ഈ അരപ്പിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നന്നായിട്ടൊന്ന് തിളച്ച് മൂത്ത് വന്ന് കഴിയുമ്പം നമുക്ക് അതിലോട്ട് വാഴയ്ക്ക, അതായത് ഏത്തക്ക നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിലോട്ട് ഇടാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് മോര്, നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോര് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് അരപ്പും ഏത്തക്കായ എല്ലാം യോജിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ മോര് ആഡ് ചെയ്യാൻ പാടുള്ളൂ. മോര് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരിക്കലും സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ആണ് വെക്കേണ്ടത്. ഉപ്പ് കുറവായതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മോര് ആഡ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ടേൺ ഓഫ് ചെയ്യാം. അവസാനം ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ഓപ്ഷനിലാണ്, ഒരല്പം ഷുഗർ കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുളി, ഉപ്പും മധുരവും എല്ലാം കൂടെ കൂടുമ്പോഴാണ് ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മോരുകറി എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. Thanks for watching. Wait for another video.